വാവള്ളി വരപൂജ്യം. വാവള്ളി വരപൂജ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലാലേട്ടന്റെ അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഡയലോഗ് കേട്ടിട്ട് വരാം. Narcotics is a dirty business. ഇന്ന് എന്തായിരിക്കും വിഷയമെന്ന് പിടികിട്ടി കാണുമല്ലോ അല്ലെ? സംസ്ഥാനത്തെ ലഹരിമരുന്ന് മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ കൊട്ടിക്കയറുകയാണ്. UDF പ്രഖ്യാപിച്ച ജനപ്രിയമായ പദ്ധതികളിൽ സമൂഹത്തിന് ഏറെ ഗുണകരമാകുന്ന ഒന്നാണ് ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2026 ജൂൺ 2-ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഔദ്യോഗികമായി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കുട്ടികളെ ലഹരി മാഫിയയുടെ കെണിയിൽപ്പെടാതെ സംരക്ഷിക്കുക എന്നതുകൂടി മുൻനിർത്തിയാണ് പദ്ധതിയുടെ തുടക്കം. മാത്രവുമല്ല, പദ്ധതി ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തലസ്ഥാനത്ത് വലിയൊരു ലഹരി വേട്ട നടന്നു. 10 കിലോ കഞ്ചാവുമായി പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 2 പേർ പിടിയിലായി. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ ഗംഭീരമായി തുടക്കം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് ലഹരി വേട്ടയുടെ ചാകരയായിരുന്നു. എന്തിനും ഒരു ഉറവിടമുണ്ടാകുമല്ലോ. ഇതിലും അങ്ങനെ തന്നെ. കേരളത്തിലേക്ക് എത്തുന്ന ലഹരിയുടെ പ്രധാന ഉറവിടം ബംഗളൂരുവാണെന്നും കഞ്ചാവ് കൂടുതൽ എത്തുന്നത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ വഴിയാണെന്നും വിദേശത്തു നിന്നുൾപ്പെടെ ലഹരി എത്താറുണ്ടെന്നുമാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. ലഹരി വിമുക്ത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേരള പോലീസും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ പോലീസ് റിലീസ് അനുസരിച്ച് 3657 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3931 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1813 ഗ്രാം MDMA പിടിച്ചെടുക്കുകയും ചെയ്തു. ആൺപെൺ വ്യത്യാസമില്ലാതെ യുവത്വത്തെ അടിമപ്പെടുത്തുന്ന ലഹരി സമൂഹത്തെ കാർന്നു തിന്നു തീർക്കുന്നതിന് മുൻപേ സംരക്ഷണ കവചം ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉറച്ച പോരാട്ടത്തിലാണ് തൂഫാൻ. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല ലഹരി ഉപയോഗം, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. പലയിടങ്ങളിലായി എത്രയോ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഈ അടുത്ത് പാലക്കാട് മണ്ണാർക്കാട് ഓപ്പറേഷൻ തൂഫാനിടെ പോലീസ് സംഘത്തെ ആക്രമിച്ചത് ലീവിന് നാട്ടിൽ വന്ന ഒരു സൈനികന്റെ നേതൃത്വത്തിലാണ്. ഒരു സൈനികന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി. വനിതാ SI ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് ആക്രമിച്ചത്. കേസിൽ 4 പേരാണ് അറസ്റ്റിലായത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ തൂഫാൻ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് കൂടി നീട്ടുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നു. കൂടാതെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ലഹരി കിട്ടാതായതോടെ മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് സാധാരണയായി നമ്മൾ പനിയൊക്കെ വരുമ്പോൾ കഴിക്കാറില്ലേ ഈ പാരസെറ്റമോൾ പൊടിച്ച് കഴിച്ചാണ് ലഹരിക്ക് അടിമയായവർ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ഒന്ന് ഓർത്തു നോക്കൂ, ലഹരി എത്രത്തോളം ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയായി തീർന്നതുകൊണ്ടാണ് കിട്ടില്ല എന്ന സാഹചര്യത്തിൽ പകരം പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്, അതും ഈ മരുന്ന്. യുവാക്കൾക്കിടയിൽ അതിവേഗം പടരുന്ന MDMA പോലുള്ള മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഒഴുക്ക് തടയുക, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയ്ക്ക് പരിസരത്തുള്ള ലഹരി പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശനമായി തടയുക എന്നിവയാണ് സമാനതകളില്ലാത്ത അന്വേഷണവുമായി മുന്നോട്ടു പോകുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. ലഹരി കടത്തുകാർ വാടക വീടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തടയാൻ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വാടകക്കാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും റെയ്ഡുകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DJ പാർട്ടികൾ, റിസോർട്ടുകൾ, ബീച്ചുകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ലഹരി മരുന്ന് ഉപയോഗം തടയാൻ പോലീസിന്റെ പ്രത്യേക സംഘം മിന്നൽ പരിശോധന നടത്തിവരുന്നു. അതിഥി തൊഴിലാളികളെ മറയാക്കി ലഹരി വിൽപ്പന വ്യാപകമാണെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ തൂഫാൻ ജാഗരൺ എന്ന പേരിൽ ജനകീയ ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിലെ തൊഴിലാളി ക്യാമ്പുകളിലും ഇതര സംസ്ഥാന ബസ്സുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ലഹരി വിരുദ്ധ ദൗത്യത്തിന് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് SNDP യോഗം വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. കൂടാതെ സമസ്ത ജമാഅത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും മർക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെയും സഹകരണവും പങ്കാളിത്തവും പദ്ധതിക്കുണ്ടാവുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാരും ഉറപ്പു നൽകി. കാന്തപുരത്തെ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ച മന്ത്രി ബാഡ്ജ് അണിയിച്ച് ഫ്ളാഗ് കൈമാറുകയും ചെയ്തു.
ദൗത്യത്തിന്റെ തുടർച്ചയായി ലഹരിക്കടിമകളായവരെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ തൂഫാൻ കെയർ എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അമ്മമാർക്ക് ലഹരിമുക്തരായ മക്കളെ തിരിച്ചു നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പിഴയോ ജയിലോ മാത്രം ഒരു പരിഹാരമല്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ലഹരി ഉപയോഗവും വിതരണവും ആശങ്കാജനകമായ തോതിലാണെന്ന് കണ്ടെത്തിയതായും മന്ത്രി പറയുകയുണ്ടായി. ഒരു മാസം നീണ്ട ലഹരി വേട്ടയുടെ കണക്കുകൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 70 കോടിയിലധികം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ ഇതുവരെ പിടിച്ചെടുത്തു. 5000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 300 കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുവരെ സ്വീകരിച്ച നടപടി പ്രധാനമായും ലഹരി പിടികൂടുന്നതിനും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായിരുന്നു. എന്നാൽ ഇനി അതിൽ മാറ്റമുണ്ടാകും. തൂഫാൻ വാരിയേഴ്സ് എന്ന ഘട്ടത്തിന് ശേഷം ആരംഭിക്കുന്ന തൂഫാൻ കെയർ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ലഹരിക്ക് അടിമകളായവരെ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ ശിക്ഷിക്കുക മാത്രമല്ല, അവരെ ആ അവസ്ഥയിലേക്ക് എത്തിച്ച ശൃംഖലയെ തകർക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പുതിയ സമീപനം. ശിക്ഷയ്ക്കൊപ്പം ചികിത്സയും പുനരധിവാസവും ഒരുമിച്ച് നടപ്പിലാക്കുമ്പോഴേ ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. ഈ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 35 ആശുപത്രികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ലഹരിക്ക് അടിമകളായവർക്ക് പ്രത്യേക ചികിത്സയും കൗൺസിലിംഗും ഒക്കെ നൽകും. അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഇതിനുള്ള ചികിത്സ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ജില്ലകളിൽ പോലീസ്, നർക്കോട്ടിക്സ് വിഭാഗവും ആരോഗ്യവകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. ഓരോ കേസും പ്രത്യേകം നിരീക്ഷിച്ച് ആവശ്യമായ സഹായം നൽകാനാണ് തീരുമാനം. സംസ്ഥാന അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ലഹരി കടത്തിന്റെ പ്രധാന കണ്ണികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന ശൃംഖല പൂർണ്ണമായും തകർക്കാൻ വിവിധ ഏജൻസികളുടെ സംയുക്ത പ്രവർത്തനവും ശക്തമാക്കും. എന്നാൽ ഉത്തരം കിട്ടേണ്ട ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന മാഫിയയ്ക്ക് പിന്നിൽ ആരാണ്? ഉറച്ച കാൽവയ്പുകളുമായി മുന്നോട്ടു പോകുന്ന ഓപ്പറേഷൻ തൂഫാന് നാടിനെ ലഹരിയുടെ കയ്യിൽ നിന്നും കരകയറ്റാനാകുമോ? പുറകിൽ അന്തർ സംസ്ഥാന വേരുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പാണ്, അന്വേഷണം ഇവിടെ എങ്ങും നിൽക്കുന്നതല്ല. ഇന്നോ നാളെയോ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന നിസ്സാരമായൊരു ദൗത്യമല്ല ഇത്. എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ. ലഹരി എന്ന മാരക വ്യാധിയിൽ നിന്നും നാട് കരകയറട്ടെ. വാവള്ളി വരപൂജ്യത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. വാവള്ളി വരപൂജ്യം.